വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്ത ഒരു ഹോം റെമഡിയുടെ റിസൾട്ട് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഹെയറിന് ഫ്ലാക്സ് സീഡ് അപ്ലൈ ചെയ്യണത്. അപ്പം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നൊരു ഹോം റെമഡിയാണ് ഫ്ലാക്സ് സീഡും ഒലീവ് ഓയിലും. അപ്പം ഞാൻ മിനിഞ്ഞാന്നാണ് കേട്ടോ ഹെയറിൽ അപ്ലൈ ചെയ്തത്. അപ്പം ഞാൻ നിങ്ങൾ ആദ്യം കണ്ട ഇമേജ് അത് ആ ഒരു റെമഡി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള ഫോട്ടോസാണ്. അത് എൻ്റെ ഹെയറിൽ ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു വീഡിയോ എടുത്തത്, ആ ഡാൻഡ്രഫിൻ്റെ ഒരു വീഡിയോ എടുത്തത് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അതിന് മുമ്പുള്ളൊരു മാറ്റം നോക്കാനായിട്ടാണ്. അപ്പം ഞാൻ മിനിഞ്ഞാന്ന് ഈവനിങ് ടൈമിലാണ് അത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഒരു ദിവസം കഴിഞ്ഞു. പിന്നെ ഇന്നാണ് അതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നായപ്പോഴും എൻ്റെ ഹെയറിൽ ഡാൻഡ്രഫ് തീരെ ഇല്ല കേട്ടോ. സാധാരണ എനിക്ക് പെട്ടെന്ന് ഡാൻഡ്രഫ് വരുന്ന ഒരു നേച്ചറാണ് എൻ്റേത്. അപ്പം ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹോം റെമഡീസ് അല്ല അതിന് പറ്റിയ ഷാമ്പു, എനിക്ക് ഷാമ്പു യൂസ് ചെയ്താലും പെട്ടെന്ന് വരും. അപ്പം എനിക്ക് ഹോം റെമഡീസ് ആണ് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് റിസൾട്ട് തന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഒരു ഹോം റെമഡി ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പം എനിക്ക് ഉഗ്രം റിസൾട്ടാണ് അത് അപ്ലൈ ചെയ്തത്. അപ്പം എനിക്ക് ഇത്രയും ഇപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഡാൻഡ്രഫിൻ്റെ ഒരു പ്രോബ്ലം ഇതുവരെ വന്നിട്ടില്ല. മറ്റേ ആ ഇമേജസ് നോക്കിയാൽ അറിയാം, ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി, അപ്ലൈ എനിക്ക് ഡാൻഡ്രഫ് ഭയങ്കരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ആ വീഡിയോ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ആ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എങ്ങനെയാണ് ചെയ്തത്, എനിക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടിയത് നമുക്ക്. അപ്പോൾ ഞാനിവിടെ 2 സ്പൂണോളം ഫ്ലാക്സ് സീഡിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വെട്ടി തിളപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു 7 മിനിറ്റ് സംതിങ് എടുത്താണ് എനിക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ കറക്റ്റ് ആ ഒരു പരുവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ലിക്വിഡ് എടുക്കുമ്പം ഇങ്ങനെ പശ പോലെ ഒട്ടണം. അതായത് നമ്മുടെ ആ മുട്ടയുടെ വെള്ളയൊക്കെ ഇല്ലേ, ആ ഒരു പരുവമാണ് കറക്റ്റ് എത്തേണ്ടത്. അപ്പം ഞാൻ ഫസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. എന്താണേലും ഞാൻ 7 മിനിറ്റ് എടുത്തപ്പോൾ എനിക്ക് കറക്റ്റ് ഇത് കിട്ടി കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ അറിയാം, അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്താൽ മതി ആ ഒരു കൺസിസ്റ്റൻസി. അതിനുശേഷം ഞാൻ ടീ സ്ട്രെയിനർ എടുത്ത് അതിലാണ് കേട്ടോ ഇങ്ങനെ അരിച്ചെടുക്കാൻ പോകുന്നത്. ഇതിങ്ങനെ ഈ സീഡിലോട്ട് ഇതെല്ലാം ഇങ്ങനെ കൂടിക്കിടക്കുന്നതുകൊണ്ട് ഈ ഒരു ടീ സ്ട്രെയിനറിൽ അടിച്ചെടുക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ കട്ടി കുറഞ്ഞ ക്ലോത്ത് ഇല്ലേ, നമ്മുടെ ആ ത്രെഡ്സ് ഒക്കെ തമ്മിൽ നല്ല അകലമുള്ള കുട്ടി ക്ലോത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ തികച്ചില്ല, ഒരു 1/2 സ്പൂൺ വെച്ച് ഒലീവ് ഓയിലും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇത് മിക്സായി വരാൻ കുറച്ച് പാടാണ്, പക്ഷെ കുറേ സമയം ഇട്ട് ഇങ്ങനെ ഇളകി കഴിയുമ്പം അത്യാവശ്യം മിക്സായിട്ട് വന്നോളും കേട്ടോ. എന്നിട്ടാണ് ഞാനിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ, കാരണം എനിക്കിത് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ആദ്യം എടുത്ത് തലയിൽ ഇട്ടപ്പോൾ തന്നെ അത് കറക്റ്റ് എൻ്റെ ഫ്ലോറിലേക്കും കാലിലേക്കും ഒക്കെ ആയിട്ടാണ് വീണത്. പിന്നെ ഞാനത് മൈൻഡ് ചെയ്യാതെ അങ്ങ് തിരിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ കാല് തൂക്കാൻ, ഫ്ലോറ് തൂക്കാൻ, നിലം തൂത്ത് തുടയ്ക്കാനൊക്കെ പോകുന്നുണ്ട്. കാരണം ഇതിലെങ്ങാനും തെന്നി വീണാൽ പിന്നെ അതും പണിയാണല്ലോ, കാരണം ഇത് തെന്നും ഇത് ചവിട്ടിയാൽ. അപ്പം ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പം ഞാനിത് ഫുള്ള് ഹെയറിൽ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഹെയർ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മുടെ മിച്ചം വന്ന ഫ്ലാക്സ് സീഡ് ഞാൻ ഇതുപോലെ ഒരു ടിന്നിലാക്കി എടുത്തു വെച്ചേട്ടോ. അപ്പം ഞാനൊരു 1.5 മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ സ്കാൽപ്പിലേക്ക് നോക്കിയപ്പോൾ ആ ഡാൻഡ്രഫ് ഒന്നും കാണാനില്ല. ഞാൻ ഹെയർ വാഷ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേങ്കിൽ ആ ഡാൻഡ്രഫൊക്കെ അപ്പം തന്നെ നന്നായിട്ട് മാറി. അതുപോലെ തന്നെ മുടിയൊക്കെ നല്ല വടി പോലെ കേട്ടോ, കാരണം അത് നമുക്ക് മുട്ടയുടെ വെള്ളം തേക്കുമ്പോഴുള്ള ആ ഒരു എഫക്റ്റ് ഇല്ലേ, ആ ഒരു എഫക്റ്റാണ് മുടിക്ക് വന്നേക്കുന്നത്. അപ്പം നല്ല രീതിയിൽ ഇപ്പം തന്നെ ഹെയർ വാഷ് ചെയ്തതിന് മുമ്പ് തന്നെ ഞാൻ ജസ്റ്റ് നോക്കിയപ്പം ഡാൻഡ്രഫ് ഒന്നും കാണാനില്ല. സ്കാൽപ്പ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടാണ് എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം എനിക്ക് ഇപ്പം തന്നെ മനസ്സിലായി. ഇപ്പം നമുക്ക് ഹെയർ വാഷോടെ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഹെയർ വാഷിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. മുടി ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തേക്കുന്നത്. നന്നായിട്ട് ഡാൻഡ്രഫ് മാറിയിട്ടുണ്ട്, നല്ലൊരു ചേഞ്ചസ്. അതുപോലെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്.
ഞാൻ ഡാൻഡ്രഫും മാറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇത്രയും നല്ലൊരു റിസൾട്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ഫ്ലാക്സീഡും ഒലീവ് ഓയിലും കമ്പൈൻ ചെയ്ത് മസ്റ്റായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നല്ല മാറ്റം വരും. അപ്പം റിസൾട്ട് അറിയിക്കുക. അതുപോലെ മുടിക്ക് നല്ലൊരു എന്താ പറയുന്ന ഒരു സോഫ്റ്റ്നെസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.